നിപ്പയിൽ ആശ്വാസം. 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രോഗബാധിതന്റെ നില അതീവ ഗുരുതരം. കൂടുതലിടങ്ങളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച ഒരാൾ മരിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയെന്ന് പ്രതിപക്ഷം. നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണമെന്ന് ആരോഗ്യമന്ത്രി. ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു. ജില്ലാ കളക്ടറെ ഉപരോധിച്ച് മുഹമ്മദ് റിയാസ്. കെ മുരളീധരൻ നാളെ ജില്ലയിൽ. ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ സർക്കാരിന് യു ടേൺ. കെ പി പ്രദീപിന്റെ രാജി ചോദിച്ചു വാങ്ങി. നിയമിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടെന്ന് ദേവസ്വം മന്ത്രി. വ്യാപകമായ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. പാർട്ടിക്ക് അറിയില്ലെന്ന് സണ്ണി ജോസഫ്. ഇല്ല, പാർട്ടി തലത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഗവൺമെന്റ് തല കാര്യങ്ങളൊന്നും ഗവൺമെന്റ് തലത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം. റിപ്പോർട്ട് തേടി കമ്മീഷണർ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പ്രചാരണം നടക്കുന്നതായി നടി ലക്ഷ്മിപ്രിയ. സൈബർ പോലീസിൽ പരാതി നൽകി. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവി. നിയമനം ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലേക്ക്. ജൂൺ 30-ന് ചുമതലയേൽക്കും. പ്രതിരോധ രംഗത്ത് കരുത്ത് കൂട്ടി ഇന്ത്യ. 3 മിസൈലുകൾ പരീക്ഷിച്ചു. അസമിൽ വിമാനാപകടം. 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരാൾ രക്ഷപ്പെട്ടു. AN-32 എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ടത് ലാൻഡിംഗിനിടെ. ലോകകപ്പ് കിരീട പ്രതീക്ഷയുമായി ബ്രസീൽ നാളെ ഇറങ്ങും. നെയ്മർ കളിക്കില്ല. എതിരാളികൾ മൊറോക്കോ. മത്സരം പുലർച്ചെ 3:30-ന്. ഖത്തർ സ്വിറ്റ്സർലൻഡ് പോരാട്ടം 12:30 മുതൽ. കണ്ണൂരുകാരൻ തഹ്സിൻ കളിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം.